ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മണിയമ്മ മൈഥിലിയോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നൊക്കെ. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. മണിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ. എന്റെ വിവാഹത്തിന് എന്തായിരുന്നു പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനാണെങ്കിൽ വൈശാഖിനെ ഇഷ്ടമല്ലായിരുന്നുവെന്ന്. വൈശാഖൊക്കെ ഒരു സാധാരണ ഫാമിലി ആയിരുന്നു എന്നൊക്കെ പറയുന്നു. മണിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ഒരു പ്രശ്നമാണോ, സംസാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാമെന്നൊക്കെ പറയുന്നു. മൈഥിലി അപ്പോൾ അതൊന്നും വേണ്ട, അത് വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മണിയമ്മ എപ്പോൾ വിചാരിക്കുന്നുണ്ട്, വേറെന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇവരെന്തോ എന്നോട് മറയ്ക്കുന്നുണ്ടെന്നൊക്കെ കരുതുന്നു. ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയാണ്. രാജലക്ഷ്മി അമ്മ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ജോലി വീണ്ടും തുടങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദിനി കൈമളച്ചനോട് പറയുന്നുണ്ട്, ഞങ്ങൾ മ്യൂറൽ പെയിന്റിംഗ് ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെ. കൈമളച്ചനും നന്ദിനിയും രാജലക്ഷ്മി അമ്മയും കൂടെ മ്യൂറൽ പെയിന്റിംഗ് ചെയ്യാൻ പോകുന്നിടത്തേക്ക് ചെല്ലുന്നു. രാജലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് നന്ദിനി മ്യൂറൽ പെയിന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടേക്ക് ജയറാമും വരുന്നുണ്ടായിരുന്നു. ജയറാമും അത് നോക്കുന്നുണ്ട്. സാവിത്രി ആണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ട്. സാവിത്രി അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇവരെങ്ങനെയാണ് മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്നത്, എൻ്റെ ഉപകരണങ്ങൾ ഇവിടെ ഇല്ല എന്നൊക്കെ കരുതിയിട്ട് റൂമിൽ പോയി നോക്കുന്നുണ്ട്. റൂമിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ സാവിത്രി വിചാരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, വേറെ വല്ലതും വാങ്ങിയതായിരിക്കുമെന്നൊക്കെ സാവിത്രി കരുതുന്നു. നന്ദിനി പെയിന്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗിരീഷും അവിടേക്ക് വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഗിരീഷിനെ കാണുമ്പോൾ നന്ദിനിക്ക് സന്തോഷമാകും, നന്ദിനിയുടെ കലാവിരുതാണെങ്കിൽ കൂട്ടുകാരന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കൈമളച്ചൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ജയറാമിനെ കൊച്ചാക്കാൻ വേണ്ടിയാണല്ലോ രാജലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതത്ര ശരിയല്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു. ഗിരീഷ് നന്ദിനിയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, ഗിരീഷ് എന്താ നന്ദിനിയെ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ. ഗിരീഷ് അപ്പോൾ പറയുന്നുണ്ട്, നന്ദിനി വരയ്ക്കുന്നത് കണ്ടിട്ട് അതിശയത്തോടെ നോക്കുന്നതാണെന്നൊക്കെ. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ കഴിവല്ല, എനിക്ക് ബ്രഷ് പോലും പിടിക്കാൻ അറിയില്ലായിരുന്നു, എല്ലാം അമ്മ പഠിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു. നന്ദിനിയുടെ കയ്യിൽ നിന്ന് ബ്രഷ് താഴേക്ക് വീഴുന്നുണ്ട്. നന്ദിനി അതെടുക്കാൻ വേണ്ടി കുനിയുന്നു. ആ സമയത്ത് ഗിരീഷും അതെടുക്കാൻ വേണ്ടി കുനിയുന്നുണ്ട്. രണ്ടുപേരെ നെറ്റികൾ തമ്മിൽ താഴെ വെച്ചിടിക്കുന്നുണ്ട്. ഗിരീഷ് അപ്പോൾ നന്ദിനിയുടെ നെറ്റി തിരുമ്മി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ജയറാമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജയറാം അവിടേക്ക് എന്താ നടക്കുന്നതെന്നും പറഞ്ഞു വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ അപ്പോൾ ജയറാമിനെ വഴക്ക് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് ഇവിടുത്തെ കുടുംബകാര്യമാണെന്നൊക്കെ പറയുന്നു. കുടുംബത്തിലെ സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്തേക്ക് നീ എന്തിനാ വരുന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ്. ജയറാം അവിടെ നിന്നും പോകുന്നുണ്ട്. കൈമളച്ചൻ അപ്പോൾ രാജലക്ഷ്മി അമ്മയെ വഴക്ക് പറയുകയാണ്, അവൻ നിന്റെ മൂത്ത മകനാണെന്ന് നീ മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ തന്നെയായിരിക്കും വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൈമളച്ചനും അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. മൈഥിലി വൈശാഖിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ അമ്മയ്ക്കാണെങ്കിൽ എന്തോ സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നെന്നൊക്കെ. ഇവർ സംസാരിക്കുന്നത് മണിയമ്മ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മൈഥിലി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അമ്മ എല്ലാ സത്യങ്ങളും അറിയുന്നതിന് മുമ്പ് ഇവിടെ നിന്നും പോകണം. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നവളാണെന്ന് ആ അമ്മയ്ക്ക് അറിയില്ല, അതറിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. മൈഥിലി പറയുന്നത് കേട്ടിട്ട് അമ്മയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട്. അമ്മ ഉടനെ തന്നെ മരിച്ചുപോയ മകന്റെ ഫോട്ടോയുടെ മുന്നിലെത്തിയിട്ട് പറയുകയാണ്, എന്നെ ഇവര് ചതിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ. എന്തായാലും ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല, അവളെ ഞാൻ കൊല്ലുമെന്നൊക്കെ ആ അമ്മ പറയാണ്. ശേഷം കാണിക്കുന്നത് നന്ദിനിയും ഗിരീഷുമാണെങ്കിൽ ഒരുപാട് സംസാരിച്ച് ചിരിച്ചു കളിച്ചിരിക്കുകയാണ്. അത് ജയറാം കാണുന്നുണ്ടായിരുന്നു. ജയറാമിന് അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജയറാം മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ. ജയറാം അപ്പോൾ ദേവി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവളെ വിളിക്കുന്നതെന്ന്. ജയറാം അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. രാജലക്ഷ്മി അമ്മ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് നിനക്ക് വേദനിക്കണം, അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നീ എൻ്റെ മകളെ ഇതുപോലെ ദ്രോഹിച്ചപ്പോൾ അവൾ എന്തുമാത്രം വേദനിച്ചെന്ന് നീ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു. നന്ദിനിക്കും മനസ്സിലാകുന്നുണ്ട് രാജലക്ഷ്മി അമ്മ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതാണെന്നൊക്കെ. പിന്നീട് മീനാക്ഷി കുറച്ച് തുണികളുമായിട്ട് സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതൊക്കെ അലക്കണമെന്ന് പറയുന്നു. സാവിത്രി അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ്, നീ എന്നോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, വാഷിംഗ് മെഷീൻ ശരിയല്ല, നിങ്ങൾ തന്നെ അലക്കണമെന്നൊക്കെ പറയുന്നു.
അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, സ്ത്രീധനം ചോദിച്ച വീഡിയോ പ്രശ്നമാക്കണമെന്നൊക്കെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ സാവിത്രി ഞാൻ തന്നെ അലക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തുണി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഗിരിയും ജയറാമും അടുത്തടുത്തിരിക്കുകയാണ്. ഗിരി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജയറാം ആണെങ്കിൽ അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ആ സമയത്ത് നന്ദിനി അവിടേക്ക് ആഹാരവുമായിട്ട് വരുന്നുണ്ട്. ഗിരിയോട് നന്ദിനി പറയുന്നുണ്ട് കഴിക്കാനെന്നൊക്കെ. ഗിരി അപ്പോൾ പറയുന്നുണ്ട് 10 മിനിറ്റ് വൈകിയെന്നും പറഞ്ഞ് പ്രശ്നമില്ലല്ലോ, ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരാനെങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമെന്നൊക്കെ പറയുന്നു. ഗിരി പറയുന്നത് കേൾക്കുമ്പോൾ ജയറാമിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്